ഹായ്, നല്ല ഹരിതമായ പച്ചപ്പുള്ള സ്ഥലത്തൊരു വീട് അല്ലേ? എന്നാൽ പണി കഴിയുമ്പോൾ ഇതുപോലെയാകുന്ന പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു വീട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? അതെ, കേരളത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന കാന്തല്ലൂർ. ഇടുക്കി ജില്ലയുടെ ഒരറ്റത്ത് തമിഴ്നാടും കേരളത്തിൻ്റെയും ബോർഡർ വരുന്ന സ്ഥലം. 12 വർഷങ്ങൾ കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞിയും ഈ റിസോർട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ വന്നതാണ് നമ്മുടെ ക്ലയൻറ്റ്. അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അതാണ് അത് തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ എനിക്കും അമ്മൂനും ഈ സ്ഥലത്തിനോട് പ്രത്യേകതരം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്തൊരു സ്ഥലം കൂടിയാണിത്. രാവെന്നോ പകലെന്നോ നോക്കാണ്ട് അമ്മ കൂടി നിന്ന് ജോലി ചെയ്തൊരു സ്ഥലം കൂടിയാണ്. രാത്രി കാലങ്ങളിലെ ഇവിടുത്തെ തണുപ്പ് അൺസഹിക്കബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റിനായിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും ഇതായിരിക്കും. അതും നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലൂടെ. അതിൽ ഞങ്ങൾക്ക് ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. ആദ്യം ഗുണം പറയാം. വരുന്ന സമയത്ത് നല്ല പീസ്ഫുൾ മൈൻഡായിരിക്കും നമ്മൾക്ക്. അതിൻ്റെ കാരണം ഫോണുകൾക്കൊന്നും പ്രോപ്പറായിട്ട് റേഞ്ച് കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെയാണ് അതിൻ്റെ ദോഷവും ഞങ്ങൾക്ക്. ബാക്കിയുള്ള പ്രൊജക്റ്റുകളിലൊന്നും നമ്മുടെ കോർഡിനേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു റേഞ്ച് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീടിൻ്റെ അധിക വീഡിയോസൊന്നും നമ്മുടെ ചാനലിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് മുതലേ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ റേഞ്ച് ഇല്ലാത്ത കാരണം നമ്മൾക്ക് അതാത് ദിവസം അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുരം ഇറങ്ങിക്കഴിയുമ്പോഴേക്കന്നെ നമ്മളുടെ മൈൻഡും മാറും, നമ്മളുടെ തിരക്കും കൂടും. ആ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ അധിക വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാത്തത്. അങ്ങനെ നമ്മുടെ താഴത്തെ നിലയിലെ ഒരു നിലയുടെ വർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ നിലയുടെ വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നമ്മൾക്ക് മൊത്തം 3 പ്രൊജക്റ്റുകളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ഈ കാന്തല്ലൂർ പ്രൊജക്റ്റ്. പിന്നെ അടുത്തൊരു പ്രൊജക്റ്റ് വരുന്നത് മൂന്നാറിനടുത്ത് മാങ്കുളത്താണ്. അത് നമ്മുടെ ലക്ഷ്മി ടീ എസ്റ്റേറ്റിൻ്റെ നടുവിലായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്കുള്ളൊരു പ്രൊജക്റ്റ് കട്ടപ്പനയിലാണ്. കട്ടപ്പന ഇരട്ടയാർ എന്ന സ്ഥലത്താണ് കേട്ടോ ആ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഈ 3 പ്രൊജക്റ്റും ഒരേ ജില്ലയിലാണെന്നുണ്ടെങ്കിലും ഒരു 60-65 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ 3 സൈറ്റുകളും കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്ന 4 പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ 5 പ്രൊജക്റ്റുകളുടെ പോലെ ഒരേ ദിവസം 5ഉം 6ഉം സൈറ്റുകളോ ഒന്നും നമ്മൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ 3 പ്രൊജക്റ്റിലേക്കുമുള്ള യാത്ര നമ്മൾക്ക് ഇടുക്കി ഒരു വിസ്മയമായി തോന്നും. ഈ ഒരു വീടിൻ്റെ താഴെ 700 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഞാനിതിനെ വീടുമെന്നും അതുപോലെ റിസോർട്ടെന്നും പറയുന്നത് ഈ 2 പർപ്പസും ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ. കാരണം താഴെ നമ്മുടെ ക്ലയൻറ്റിന് താമസിക്കാനായിട്ടുള്ള വീടും മുകളിലെ വശമാണ് നമ്മൾ റിസോർട്ടായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ക്ലയൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വിശാലമായൊരു സിറ്റ് ഔട്ടും അതുപോലെ ഒരു ലിവിങ് സ്പേസ്, ഒരു ഓപ്പൺ കിച്ചൺ, ഒരു വർക്ക് ഏരിയ, പിന്നെ ഒരു ബെഡ്റൂമും അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ 700 സ്ക്വയർ ഫീറ്റിൽ താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു വെൻറ്റിലേഷൻ ഇല്ലേ, ഇത് നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. പഴയ പോലെ ഇരുമ്പിൻ്റെ വെൻറ്റിലേഷനിൽ കമ്പിയും പട്ടിയും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ജനലിൽ കമ്പിയും പട്ടയും ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ വീടിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി ഈ വീടിൻ്റെ ഭിത്തികൾ കാണിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുള്ളതാണ്. ഭിത്തി കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഏക ഒരു ചിന്ത ചൂടെടുത്തിട്ട് ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ വീടിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യകതയില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീടിൻ്റെ പേരിൽ ഒരു കമൻറ്റ് വരില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ചൂടിനെ കുറിച്ചിട്ട് വ്യാകുലത ഉള്ള ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കോൺക്രീറ്റിൽ ഭിത്തികൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഡിഗ്രിയിലുള്ള വ്യത്യാസം ചൂടിന് ആപേക്ഷികമായി ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വേനൽക്കാലത്ത് ഒരു ഓപ്പൺ സ്പേസിൽ ഒരു 30 ഡിഗ്രി ചൂട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സോളിഡ് ബ്രിക്സിൽ ചെയ്ത വീടോ അതോ ചെങ്കല്ലിൽ ചെയ്ത വീടോ ഇനി ഇഷ്ടികയിലാണെങ്കിൽ കൂടി ആ വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ഒരു 20 ഡിഗ്രി ചൂടായിരിക്കും. അതേസമയം ഇതുപോലുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ചൊരു വീട്ടിലേക്കാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപേ അനുഭവപ്പെട്ട അതേ ഒരു ചൂട് തന്നെയായിരിക്കും ഈ ഒരു കോൺക്രീറ്റ് വീട്ടിലും നിങ്ങൾക്കുണ്ടാവുക. അതല്ലാതെ അതേ പുറത്തുള്ള 30 ഡിഗ്രിയേക്കാളും കൂടുതൽ ചൂടാണ് കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച വീടിൻ്റെ ഉള്ളിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചു തരണം. കാരണം ഈ ചൂട് എന്ന് പറയപ്പെടുന്നവർ ഒരാൾ പോലും തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടല്ല അത് ചൂടുണ്ടാവും എന്ന് പറയുന്നത്. അവരുടെ ഒരു ഊഹം മാത്രമാണ്. കാരണം മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് അവർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ചൂട് അവരുടെ വിചാരം ഈ ഭിത്തി നിർമ്മാണത്തിലും ഉണ്ടാവുമെന്നാണ്.
മെയിൻ റൂഫ് കോൺക്രീറ്റ് സ്ലാബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ചൂട് അനുഭവപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ ആ മെയിൻ സ്ലാബിൻ്റെ മുകളിൽ നേരിട്ട് സൺലൈറ്റ് അടിക്കുന്നത് കാരണം 1-2 മണിക്കൂറുകൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നത് കൊണ്ടും അത് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ചൂട് നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ ചൂട് ഉണ്ടാവില്ല എന്ന് 100% കോൺഫിഡൻ്റായി ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ ഭിത്തി നിർമ്മിക്കുമ്പോൾ ഇതുപോലെ ഷെയ്ഡുകൾ നിർബന്ധമായും ഭിത്തിയിൽ അടിക്കുന്ന വെയിലിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ഭിത്തികൾക്ക് ഷെയ്ഡുകൾ വരുന്നത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോൺക്രീറ്റ് ഭിത്തികൾ ഒരിക്കലും ഹീറ്റ് ആവില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വെയിലടിക്കുന്ന ഭാഗം എവിടെയാണ്, അതോ നിഴൽ വന്ന ഭാഗം എവിടെയാണ് ഈ ഭിത്തിയിൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വീടിൻ്റെ മെയിൻ റൂഫിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2-3-4-5 മണിക്കൂർ വരെ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ സ്ലാബിൽ, അതായത് റൂഫിൽ അടിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ഭിത്തിയിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരേ ഡയറക്ഷനിലാണോ നമ്മൾക്ക് സൺലൈറ്റ് ലഭിക്കുന്നത്? അത് മൂവിങ് പൊസിഷനല്ലേ? ഇപ്പോൾ ഈ വെയിലിൽ ഭിത്തി അടിക്കുന്നു, കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ ഈ ഭിത്തിയിൽ വെയിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ ആ സമയത്തും മെയിൻ സ്ലാബിൽ തീർച്ചയായിട്ടും വെയിലടിക്കും. ഇങ്ങനെ ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ വീട്ടിൽ കോൺക്രീറ്റ് രീതിയിൽ വീട് നിർമ്മിച്ചാൽ ചൂട് ഉണ്ടാവും എന്ന് പറയുന്നത്. എന്നാൽ പറയുന്ന ഒരു വ്യക്തിക്കും അത് നേരിട്ട് അനുഭവത്തും ഉണ്ടായിരിക്കുകയുമില്ല. പക്ഷെ ഞാൻ പറയുന്നവരെ കുറ്റം പറയുകയല്ല. 30 ഡിഗ്രി ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഒരു മെയിൻ റൂഫിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 30 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് അതേ ചൂട് നമ്മുടെ ഭിത്തി നിർമ്മിച്ച ചുമരിലും വരും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവർക്ക് തെറ്റുപറ്റുന്നത്. പക്ഷേ എന്തുകൊണ്ട് കോൺക്രീറ്റ് ചുമർ ചൂടാവുന്നില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഞാൻ മുൻപേ പറഞ്ഞത്. അല്ലാത്ത പക്ഷം ചൂട് കൂടുതലാണെന്ന് പറയുന്ന വ്യക്തികൾ പുറത്ത് 30 ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ വീടിനകത്തൊരു 35 ഡിഗ്രി ചൂട് ഉണ്ടെങ്കിൽ മാത്രമേ കോൺക്രീറ്റ് ഭിത്തിയിൽ ചെയ്ത വീട്ടിൽ ചൂട് കൂടുതലാണെന്ന് പറയാൻ അവർക്ക് അവകാശവാദമുള്ളൂ. ഈ 1 ഡിഗ്രി 2 ഡിഗ്രിയിൽ വ്യത്യാസപ്പെടുന്ന ചൂടിനെ ഒന്നും മനുഷ്യനെ നേരിട്ട് ഫീൽ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യുക തന്നെ വേണം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ ഭിത്തിയിൽ കമ്പി ഉപയോഗിക്കുന്നത് കൊണ്ടും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന്. അതിൻ്റെ ലോജിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഭിത്തിയെ ചൂടാവുന്നില്ല എങ്കിൽ ആ ഭിത്തിയിലുള്ള കമ്പി എങ്ങനെ ചൂടാവുന്നു എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. വീടിൻ്റെ ഭിത്തിയിൽ കമ്പി കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു വീട് നിർമ്മാണത്തിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു ഘടകം തന്നെയാണ്. സ്ട്രക്ചർ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രയും നല്ല ലൈഫും ഈടും നിങ്ങൾക്ക് നിങ്ങളെ വീടിന് കിട്ടും. ഇനിയും മുടന്ത് ന്യായം പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ രീതിയിൽ തന്നെ പറയൂ. കാരണം അന്നേക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ വീട് നിർമ്മാണ രീതിയും ഈ ഒരു രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കാലാവസ്ഥകൾ മാറി മാറി വരികയാണ്. എന്നാൽ ഈ വലിയ രീതിയിലുള്ള ഭൂകമ്പങ്ങളൊന്നും നമ്മളെ നാട്ടിലില്ലാത്തതാണ് മറ്റു രീതിയിൽ വീട് നിർമ്മിക്കുന്നവരുടെ ധൈര്യം. നമ്മുടെ രീതിയിലുള്ള വീട് നിർമ്മാണം ചെറിയൊരു ഭൂകമ്പത്തെയും ഉരുൾപൊട്ടലിൽ നിന്നുമൊക്കെ മനുഷ്യന് അപകടം ഇല്ലാത്ത രീതിയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റു വീടുകളിൽ അങ്ങനെ സാധിക്കാറില്ല. അതൊക്കെയാണ് ഈ 2 രീതിയിലും ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ശ്രമിക്കുമ്പോൾ ബേസിക്കായ കാര്യങ്ങളേലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളേലും കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി പറയാൻ ശ്രമിക്കുക. ഇത്രയും വ്യക്തമായി പറഞ്ഞതിന് ശേഷവും ചൂടുണ്ടെന്ന് പറയുന്നവർ പറഞ്ഞോളൂ, ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളെ ഈ രീതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ടെന്ന് എനിക്ക് ഈ ചെറിയ കാലത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.